നമസ്കാരം. ഈ മാസം തോറും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ഉപരോധ സമരം സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും മറ്റും തീർത്തും പ്രതികൂലമായിട്ടുള്ള സമീപനത്തിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാം ദിനമാണ്. സമരസമിതി നേതാക്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സമരം ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തുകയും പരിഹസിക്കുകയുമല്ലേ ചെയ്തത്. ആശമാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും കൂട്ടാക്കാതെ ഏകപക്ഷീയമായി സമരം അവസാനിപ്പിക്കണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടത്. ഒരു തരത്തിലുള്ള ഉറപ്പും നൽകാൻ അവർ തയ്യാറായതുമില്ല. ഇതിനെ തുടർന്ന് നിവൃത്തിയില്ലാതെയാണ് സത്യത്തിൽ ആശമാർ നിരാഹാരത്തിലേക്ക് കടന്നത്. സമരത്തെ ഒറ്റപ്പെടുത്തി പരാജയപ്പെടുത്താനുള്ള സർക്കാരിൻ്റെയും CPM-ൻ്റെയും ഒക്കെ ശ്രമം നിരന്തരം പരാജയപ്പെട്ടു. തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നവരുടെ തനി നിറം ഇതിലൂടെ പുറത്തു വരികയും ചെയ്തു. ഓണറേറിയം നാമമാത്രമായി വർദ്ധിപ്പിച്ചു നൽകാൻ പോലും സർക്കാരിന് പണമില്ലെന്നാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്കെത്തിയവരോട് മുഴുവൻ പറഞ്ഞത്. സാമാന്യ ബുദ്ധിയുള്ള ആരും ഇത് അംഗീകരിക്കുമോ? അത് ഒരിക്കലുമില്ല. അതിന് പ്രത്യേകം കാരണങ്ങളൊന്നും എടുത്തെടുത്ത് ഓരോരുത്തരോടും പറയേണ്ടതുമില്ല. എന്തായാലും ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു നൽകാമെന്ന് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇടതുമുന്നണി വാഗ്ദാനം ചെയ്തിരുന്നതാണെന്ന് ഓർക്കണം. ഇത് പാലിക്കാനുള്ള ബാധ്യത ഈ സർക്കാരിനില്ലേ? മന്ത്രിമാർക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ 100 കോടിയോളം രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ വകയിരുത്തിയത്. നിലവിൽ സഞ്ചരിക്കാൻ വാഹനങ്ങൾ ഉള്ളപ്പോൾ തീർത്തും അനാവശ്യമായിട്ടാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നത്. പാർട്ടി കൊലയാളികളെ നിയമത്തിൻ്റെ പിടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ കോടികളുടെ നികുതി പണം ഒഴുക്കുന്ന സർക്കാരാണ് ആശാ വർക്കർമാർക്ക് നേരെ ദുർമുഖം കാണിക്കുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ഇപ്രകാരം ദൂർത്തടിക്കുന്നവർക്ക് സമൂഹത്തിന് അങ്ങേയറ്റം ഗുണകരമായ രീതിയിൽ സേവനം ചെയ്യുന്ന ആശമാർക്ക് നൽകാൻ പണമില്ല എന്ന് പറയുന്നത് വിചിത്രമല്ലേ? ജനാധിപത്യപരമായി പ്രവർത്തിക്കേണ്ട സർക്കാരിൽ നിന്ന് ഇത്തരം ജനവിരുദ്ധമായ സമീപനം ഉണ്ടാകുന്നത് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. അസംഘടിത ജനവിഭാഗങ്ങളെ അടിച്ചമർത്താനുള്ള സർക്കാരിൻ്റെ നയം വിലപ്പോവില്ല തന്നെ വലിയ തിരിച്ചടി വരികയും ചെയ്യും. ആശമാരുടെ വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ ഉത്തരവുകൾ ചർച്ചയിൽ ആശമാരുടെ പ്രതിനിധികൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കാണിച്ചെങ്കിലും അതൊന്നും വാങ്ങി നോക്കാൻ പോലും അവർ തയ്യാറായില്ല. സാരി ഉടുത്ത പിണറായിയെ പോലെയാണ് മന്ത്രി വീണ ജോർജ് പെരുമാറുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടി സമരം ചെയ്യാനുള്ള അവകാശം ആർക്കുമുണ്ട്. എന്നാൽ ഇത് CPM അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് CPM നേതാക്കൾ സമരം ചെയ്യുന്ന ആശമാരെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. സർക്കാരും ഈ നയം പിന്തുടരുന്നത് അത്യന്തം പ്രതിഷേധാർഹമാണ്. സംസ്ഥാനത്തിൻ്റെ ഖജനാവും സർക്കാർ സംവിധാനവും CPM-ൻ്റെ കുത്തകയല്ല. അങ്ങനെയാണെന്ന് കരുതി പെരുമാറുന്നത് ആശമാർക്കെന്നല്ല ജനാധിപത്യ ബോധ്യമുള്ള ആർക്കും അംഗീകരിക്കാനാവില്ല. ഇത് മനസ്സിലാക്കി അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആശമാരുടെ ജീവൻ രക്ഷിക്കാനും രമ്യമായി ചർച്ച നടത്തി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും സർക്കാർ തയ്യാറാവേണ്ടതല്ലേ? ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടല്ലേ ആരോഗ്യമന്ത്രി ഒരു തരത്തിലും അനങ്ങാതെ അവരുടെ വേദനയും അവരുടെ ദുഃഖവുമൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്നത്? ഇതിനെതിരെയല്ലേ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷത്തിനും ഈ കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ കൊണ്ടെത്തിക്കാനായില്ല. അത്തരത്തിലൊരു പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കരുതായിരുന്നു. മറിച്ച് ആ ഇഫ്താർ വിരുന്നിന് പകരം അവിടെ നടുറോഡിൽ സത്യാഗ്രഹം ഇരിക്കുന്ന സമരം ചെയ്യുന്ന ആ ആശമാർക്കൊപ്പം ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ഒരു ലെവൽ എത്രയേറെ ഉയർന്നു പോയേനെ. മറിച്ച് ഇവിടെ ഇരുന്ന് അവരുടെ ആവശ്യം അംഗീകരിക്കണമെന്ന് പറയുകയും ഇഫ്താർ വിരുന്നിൽ പിണറായിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്ത ശൈലി, ആ ശൈലി മാറ്റിപ്പിടിക്കേണ്ടതല്ലേ? ആരോഗ്യമന്ത്രി വീണ ജോർജ് പോയത് കേന്ദ്രമന്ത്രിയെ കാണാനാണെന്ന് ഒരിടത്തും പറഞ്ഞില്ല. പക്ഷേ പോയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു. കാരണം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം തരുന്നില്ല. ഇനി കേന്ദ്രമന്ത്രിയെ കാണാൻ അവർ അപേക്ഷ വെച്ചില്ല, അതായത് മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്ന് പറയുന്നു. അവർ വാങ്ങിയില്ലെങ്കിൽ പോലും അവർ പോയത് എന്തിനാണ്? അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല എന്നല്ലേ പറയുന്നത്. അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഞാൻ കേന്ദ്രമന്ത്രിയെ കാണാനല്ല പോയത് എന്നാണ്.
അത് കഴിഞ്ഞതിന് ശേഷം ആരോഗ്യമന്ത്രി പറയുന്നു പാർലമെൻറ്റ് സമ്മേളനമായതുകൊണ്ട് മന്ത്രിയെ കാണാൻ സമയം കിട്ടിയില്ല എന്നുള്ളത്. അപ്പോഴും ഇത് രണ്ടും തമ്മിൽ എന്താണ് കണക്ഷൻ? കാണാൻ പോയതല്ലെങ്കിൽ പിന്നെ അവിടെ അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. നിങ്ങൾ ക്യൂബൻ സംഘത്തെ കാണാൻ പോയതാണെങ്കിൽ അത് പറയുക. ഇത് അതല്ലാതെ അവിടെയുമില്ല ഇവിടെയുമില്ല, രണ്ട് വള്ളത്തിൽ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് തന്നെ വീണു പോകും. അതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഒരവസ്ഥ. ഇതൊന്നും ഒട്ടും ആശാസ്യകരമല്ല. ആരും ബുദ്ധിയില്ലാത്തവരല്ല. ഇത് തിരിച്ചു ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയത് കൊണ്ടും യാതൊരു കാര്യവുമില്ല. ചോദിക്കുന്നവർക്കൊക്കെ എതിരെ കേസെടുക്കുകയും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. സാരി ഉടുത്ത പിണറായി എന്നുള്ള പേര് ഒരു ഭൂഷണമായി തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അതിലൊന്നും പറയാനും പറ്റില്ല. കാരണം ഒരു അഹന്ത അത് തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ അതിനൊരു അനുഭവം ഉണ്ടാകണം. അതല്ലാതെ പറഞ്ഞ് ആരുടെയും അഹന്ത മാറ്റാൻ ആർക്കും സാധിച്ചിട്ടില്ല ഇന്നേ വരെ. അതുകൊണ്ട് ആശാ വർക്കർമാരുടെ സമരം അത് ഒത്തുതീർപ്പാക്കുകയാണ് സത്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ എത്രയേറെ അധികം പേരുടെ ശമ്പള വർധനയൊക്കെ നടത്തുന്നു. അതിൻ്റെ 1% മതിയല്ലോ ഈ കിടക്കുന്ന ആശമാരുടെയൊക്കെ ശമ്പളവും അവർ പറയുന്ന ആനുകൂല്യങ്ങളുമൊക്കെ കൊടുക്കാൻ. ഇത്തരത്തിൽ പണിയെടുക്കുന്നവർക്ക് ശമ്പളമില്ലാതെ തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ കൂട്ടുനിൽക്കുന്നവർക്കൊക്കെയും ഈ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ഇവർക്കൊക്കെയും ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. നന്ദി.